കൂട്ടുകാരെ, ദൈവം ഒരാളെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാളെ ലോകത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൈവം ഒരാളെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള അംബാസിഡേഴ്സ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ യഥാർത്ഥ ശുശ്രൂഷകരുമുണ്ട്, അതുപോലെ തന്നെ കപട ശുശ്രൂഷകരുമുണ്ട്. അവരുടെ നടുവിലാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമുക്ക് നേരെ വിരൽ ചൂണ്ടാനുള്ള സാധ്യത വളരെ സാധ്യത ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഏത് നിമിഷം നമുക്ക് നേരെ വിരൽ ചൂണ്ടാം. അപ്പോൾ അവരുടെ പ്രശ്നമല്ല, ചിലപ്പോൾ അവർക്കെന്തെങ്കിലും വിരൽ ചൂടുന്ന ആൾ ചിലപ്പോൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടായിരിക്കാം, ഇങ്ങനത്തെ വ്യാജ രോഗശാന്തി ശുശ്രൂഷ കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ പ്രയാസം അവരിലൂടെ നേരിട്ടിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? അവരുടെ പ്രശ്നമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ട, അല്ലാതെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ യേശു ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മളായ ഓരോ ശുശ്രൂഷകരും ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. നാം ദൈവത്തെ പോലെ ജീവിക്കാൻ ശ്രമിക്കണം, ഈശോയെ പോലെ ജീവിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മളെ കാണുന്ന ഓരോരുത്തരും പറയും, ഇവനിൽ ഈശോ ഉണ്ട്, ഇവൻ യഥാർത്ഥ ശുശ്രൂഷകനാണെന്ന് നമ്മളിൽ കാണുന്ന ചിലർ പറയും, അല്ലേ? അങ്ങനെ ജീവിക്കണം, അല്ലാതെ തെറ്റ് ചെയ്ത് ജീവിക്കരുത്. പണത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഒരു ശുശ്രൂഷകൻ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളെ വിളിച്ച് വേർതിരിപ്പിച്ച ശുശ്രൂഷയിലേക്ക് ഏൽപ്പിച്ചാണ് ദൈവത്തിനുപരി നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ദൈവം തോക്കുന്നതിലുപരി നമ്മളാണ് ദൈവത്തെ തോൽപ്പിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അതിലുപരി ശ്രദ്ധിക്കേണ്ട കാര്യം, മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുകയും ദൈവത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആത്മാക്കൾ ദൈവത്തിങ്കിലേക്ക് അടുക്കൽ വരില്ല. കാരണം നമ്മൾ ഓരോരുത്തർ കാണിക്കുന്ന തെറ്റുകൾ കാരണം. മനസ്സിലായോ? അവർ വ്യാജ ശുശ്രൂഷകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയും. ഇന്നലെ കണ്ടില്ലേ, ഒരാൾ ഇങ്ങനെ ചെയ്തു, മറ്റത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് അടുത്ത് വരില്ല. അതുകൊണ്ട് നാം പരമാവധിയല്ല, നമുക്ക് പറ്റുന്നതിനുപരി ദൈവത്തെ പോലെ ജീവിക്കാൻ ശ്രമിക്കണം. ദൈവത്തെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് അതുപോലെ നാം ജീവിച്ചാൽ മാത്രമേ, ഒരു പാപം ചെയ്യാതെ ജീവിച്ചാൽ മാത്രമേ നമ്മൾ ഒരുപാട് പേര് സ്വർഗത്തിൽ പോവുകയുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ കള്ള ശുശ്രൂഷകനെ പോലെ ആവാൻ ആഗ്രഹിക്കരുത്, അങ്ങനെ ആവുകയും ചെയ്യരുത്.